ഹായ് ഓൾ, ഞാൻ അനസൂയ. ഗ്രേസ് എഡ്യൂവില ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടറാണ്. നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടോ? എങ്ങനെയാ പഠിക്കേണ്ടേ, എന്താ ഒരു പ്രോപ്പർ ഗൈഡൻസ്, എങ്ങനെയാ മൂവ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? വിഷമിക്കേണ്ട. ഗ്രേസ് എഡ്യൂവില ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങളുടെ കുട്ടിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് ജേർണി പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി നിങ്ങളുടെ കുട്ടികൾ കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ. എങ്ങനെയാ പഠിക്കേണ്ടത് എന്നുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസും ഒരു മെന്റർഷിപ്പും ഉണ്ടെങ്കിൽ അവർക്ക് പഠിത്തം കുറച്ചും കൂടി സിമ്പിൾ ആകുമല്ലോ. ഗ്രേസ് എഡ്യൂവില്ല അതാണ് എയിം ചെയ്യുന്നത്. ക്ലാസ് 1 മുതൽ +2 വരെ CBSE, ICSE, ICGSE സ്റ്റേറ്റ് സിലബസ് കുട്ടികൾക്ക് സബ്ജക്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സുകൾ, മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ട്യൂഷൻസും സാറ്റർഡേ ഒരു റിവിഷൻ ടെസ്റ്റുമായിട്ട് മൂവ് ചെയ്യുന്ന ഒരു നല്ല സ്ട്രാറ്റജിയാണ് ഗ്രേസ് എഡ്യൂവിലേക്കുള്ളത്. റിവിഷൻ എന്തിനാണ്? റിവിഷൻ എന്ന് പറയുന്നത് മൺഡേ മുതൽ ഫ്രൈഡേ വരെ ഒരു കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സസ് എത്രത്തോളം അവർ എഫക്റ്റീവ് ആയിട്ടുണ്ട്, അവരെത്രത്തോളം അത് പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു ആൻസർ ഫ്രെയിം ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഒരു റിവിഷൻ ടെസ്റ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആൻസർ റൈറ്റിംഗ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എക്സാം ഫിയർ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണ് ഒരു കുട്ടിക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കുട്ടിക്കൊരു സ്ട്രക്ചേർഡ് വേയിലാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ക്ലാസ്സസ്, ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, എക്സാം ഫിയറോ എക്സാം എന്ന് കേൾക്കുമ്പോൾ ഉള്ള ആൻസൈറ്റിയോ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ആ ഫിയർ ഇല്ലാണ്ട് പരീക്ഷ എഴുതാം, എങ്ങനെ ഒരു ആൻസർ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള പ്രോപ്പർ ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ ഫാക്കൽറ്റീസ്. വിദേശത്തായിരുന്നാലും ഇന്ത്യയിലായിരുന്നാലും കുട്ടിയുടെയും പേരൻറ്റിൻ്റെയും കൺവീനിയൻറ്റ് ടൈമിൽ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി സബ്ജക്റ്റുകളിൽ ബേസിക്സ് ഇല്ല, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അതിനുള്ള ബേസിക്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് അവർക്ക് എങ്ങനെ കംഫർട്ടബിളായിട്ട് ഒരു ലാംഗ്വേജ് സംസാരിക്കാം, എങ്ങനെ ഒരു ലാംഗ്വേജിൽ എഴുതാം, എങ്ങനെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം വായിക്കാം എന്നുള്ള ബേസിക്സ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് നമ്മൾ ഡെമോ ക്ലാസ് കൊടുക്കുമ്പോൾ ആ കുട്ടിയുമായിട്ട് ഒന്ന് ഇൻറ്ററാക്ട് ചെയ്ത് അവരുടെ വീക്ക് സബ്ജക്ട്സ് ഏതാണ്, അവർക്ക് എന്തെങ്കിലും സബ്ജക്ട്സിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അപ്പോൾ തന്നെ അവരുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എത്രത്തോളം ആണ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരു സ്ട്രക്ചേർഡ് മാനറിലായിരിക്കും അവർക്കുള്ള ക്ലാസ്സസ് പോകുന്നുണ്ടാവുക. നിങ്ങളുടെ കുട്ടിയുടെ കംഫർട്ടബിൾ ലേണിംഗ് അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഗ്രേസ് എഡ്യൂവില്ല നിങ്ങൾക്കത് തരും. നിങ്ങൾ ചെലവഴിക്കുന്ന പണവും സമയവും നിങ്ങൾക്കിനി നഷ്ടമാവില്ല. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ ലേണിംഗ് ജേർണി ഗ്രേസ് എഡ്യൂവില്ലയ്ക്കൊപ്പമാകട്ടെ.